അങ്ങനെ 1, 2, 3, 4, 5, 5.5 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. ആര്യവും ഒരു 3 വട്ടം പോയിട്ടുണ്ടെങ്കിലും ഒരു വട്ടം മാത്രമേ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറിയിട്ടുള്ളൂ. 2 വട്ടം പോയപ്പോഴും അമ്പലത്തിൽ നിന്ന് പറക്കി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ടൈമൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ മുടങ്ങാതെ 2 തവണ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു പറക്കി എന്നുള്ളതിന് പോയപ്പോൾ. അങ്ങനെ മൂന്നാമത്തെ വട്ടമല്ല, പിന്നെ അതിന് മുമ്പ് പിന്നെ പോയത് നമ്മൾ ഇവർക്ക് ചോറ് കൊടുക്കാനാണ് പോയത് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ആര്യവും പോയിട്ടില്ല. ആര്യവന് ഓർമ്മ പോലും ഇല്ല കേട്ടോ. അപ്പം ഞാനും കുറച്ച് വട്ടമേ പോയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 2 വട്ടം 3 വട്ടം കാണാൻ പോയി കാണുമായിരിക്കും, അല്ലാതെ പോയിട്ടില്ല. ഇപ്പം പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല, പെട്ടെന്നെടുത്ത തീരുമാനമാണ് പോകണമെന്ന്. അങ്ങനെ പിന്നെ അമ്മയും അമ്മാമ്മയും വിളിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ക്യാമറ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് അറിയാൻ പറ്റില്ല, ഞാനിങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളിൽ എനിക്കത്ര വിശ്വാസം പോരാ കേട്ടോ. ചുമ്മാതെ പറഞ്ഞ കേട്ടോ. ആളിന് ഇപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പേടിയാണ്. അപ്പം നമ്മളായിട്ട് എന്തിനാണ് ആ ഒരു കോൺഫിഡൻസ് കളയുന്നതെന്ന് വിചാരിച്ചു. കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ട് വണ്ടി ഓടിക്കട്ടെ എന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ ഞാൻ ആരും എന്നിട്ട് പുറകെ കയറ്റി. ഞാൻ പറഞ്ഞു പോലീസുകാരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകും, അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. പോലീസുകാരെ ഭയങ്കര പേടിയാണ്. ആളെ കാണുമ്പം പേടിയില്ല, പക്ഷേ പേര് പറയുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഇവിടെ നിന്നില്ലാത്ത പേടിയാണ് രണ്ടുപേർക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ടെ ഊച്ചിറ എത്തിയിട്ടുണ്ട്. ഊച്ചിറ എത്തിയപ്പോൾ മനസ്സിലായി അതിന് മുമ്പുള്ള ഭയങ്കര ചേഞ്ചസ് ആണ്. അതിന് മുമ്പ് ഹൈവേ സൈഡിലൊക്കെ വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ദാണ്ടെ പറയെഴുന്നള്ളത്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വിചാരിച്ചു ഇനി അവിടുത്തെ ആണോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് ഇനി അവിടുത്തെ എങ്ങാണോ ആണോ, നമ്മൾ സാധാരണ വരുമ്പോൾ ആ ടൈമിലായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചു. എന്തായാലും അല്ലായിരുന്നു, വേറെ എവിടത്തെയോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഓച്ചിറയുടെ ലെഫ്റ്റ് സൈഡിലുള്ള റോഡ്. ഇതുവഴി കയറി കുറേ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ദേവികുളങ്ങര അമ്പലം എത്തും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 7-8 പട്ടി നിരന്ന് കിടപ്പുണ്ട്. അവർ പിന്നെ നമ്മൾ വന്നൊന്നും കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഞങ്ങൾ പോയിട്ട് അകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ ഒരു നേർച്ച നടത്താനുണ്ടായിരുന്നു. പെട്ടെന്നെടുത്ത് തീരുമാനമായതുകൊണ്ട് അതിന് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വേണമെന്നുകൊണ്ട് നമ്മളത് നടത്തിയില്ല. ഇനി എന്തായാലും ഒരു തവണ വരണം, നമ്മൾ ഉടനെ എന്തായാലും വരും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഓച്ചിറ അമ്പലം അതിന് തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പാർട്ട് 2 ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.